കോട്ടയം ഈരാറ്റുപേട്ട തീക്കോയിൽ നവജാത ശിശുക്കളെ വിറ്റ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു ഇത്. തമിഴ്നാട്ടിലേക്കടക്കം ഈ സംഭവങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം ചില റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കൂടാതെ ഇവരുമായി ബന്ധമുള്ളവർ നിരവധി ആളുകൾ ഈ തട്ടിപ്പിൽ, ഈ ക്രമക്കേടിൽ, ഈ ക്രിമിനൽ പ്രവർത്തനത്തിൽ പങ്കാളികളായി എന്നുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പ്രതി അർജുൻ്റെ മാതാവിനെയും സഹോദരിയെയും പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന വിവരം ഉണ്ട്. നേരത്തെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് സമാനമായ തട്ടിപ്പ് നടത്തി ഇവർ തന്നെ എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. ഒപ്പം ഇടനിലക്കാർ, സ്വാഭാവികമാണ്, ഇതിൽ ഇടനിലക്കാരുണ്ടാകും. ഇവരെ കണ്ടെത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും പോലീസ് വ്യാപകമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ശ്രീത്ത്, ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി വലുതായിരിക്കാം. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലൊക്കെ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാകാം. ഇപ്പോൾ ഈ അറസ്റ്റിലായ ആൾ മാത്രമാണോ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്? മറ്റു തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ടോ? എന്തൊക്കെ പ്രാഥമിക വിവരങ്ങളാണ് ഈ വിഷയത്തിൽ ഇതിനകം പോലീസിന് കിട്ടിയിട്ടുള്ളത്? രഞ്ജിത്ത്, ഈ ഇരുപക്ഷത്തെയും മൊഴിയെടുക്കുന്നു. അതിൽ നിന്ന് വന്ന സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ, കൂടുതൽ ആളുകൾ ഉണ്ടാകാമെന്ന നിഗമനം, ഇതൊക്കെ അനുസരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഇതിന് ഇടനിലയായി നിന്നിട്ടുണ്ട്. ഈ തട്ടിപ്പിന്, ഈ ശൃംഖല വളർത്താൻ വേണ്ടി നിലവിൽ എന്തായാലും ഇതുവരെയുള്ള വിവരം അനുസരിച്ച് ഇവർ ഏതെങ്കിലും കുട്ടികളെ, ഈ തിക്കോയി കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു തട്ടിപ്പിൽ ഏതെങ്കിലും കുട്ടികളെ വിറ്റതായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. പോലീസ് അതിലേക്കൊക്കെ എത്തുന്നേ ഉള്ളൂ. ഇത് വളരെ മിനിയാന്ന് മാത്രമാണ് ഈ സംഭവം ഫലത്തിൽ പോലീസിന്റെ കയ്യിലേക്ക് എത്തുന്നതും. അതായത് അതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടി പുറത്തേക്ക് വരുന്നത് വിവരങ്ങളുള്ളൂ. പക്ഷേ ഇതിന്റെ വ്യാപ്തി മനസ്സിലായത് മിനിയാന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണത്തിലേക്ക് കാര്യമായി എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രിയും SP നേതൃത്വത്തിലുള്ള SP സാബു മാത്യുവിന്റെ നേതൃത്വത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി അടക്കം കൂടിയാലോചനകൾ നടത്തുന്നുണ്ടായിരുന്നു. ഏതൊക്കെ വഴിയിൽ എങ്ങനെയൊക്കെ അന്വേഷണം നടത്തിയാൽ പ്രതികളെ കണ്ടെത്താൻ കഴിയും എന്നുള്ള വിവരങ്ങൾ അവർ തേടി പോകുന്നുണ്ട്. ഇവർ തമിഴ്നാട്ടിൽ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ ചില തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിലും ഒരു അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഏജന്റുമാരെ കണ്ടെത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഏതെങ്കിലും കുട്ടികളെ ഇങ്ങനെ വിറ്റിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഇതിന്റെ വ്യാപ്തി കുറച്ചുകൂടി വലുതാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ എന്തായാലും ഇതുമായി ഒരുപക്ഷെ ബന്ധമുണ്ടാകാം എന്ന് കരുതി ഈ പ്രതി അർജുന്റെ അമ്മയെയും ഭാര്യയെയും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അവരെ വിട്ടയക്കുകയാണ് ചെയ്തത് വൈകുന്നേരത്തോടുകൂടി. അവർക്ക് ഇതുമായി കാര്യമായ ബന്ധമൊന്നും ഉള്ളതായി പോലീസ് ഈ ഘട്ടത്തിൽ എന്തായാലും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവരെ വിട്ടയച്ചത്. ഏതാണ്ട് ഒരു മാസമായി മാത്രമാണ് ഈ സംഘം തീക്കോയി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഈ പെൺകുട്ടിയാകട്ടെ എത്തിയത് ജൂലൈ 16-നാണ്. അത്ര ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നേരത്തെ ഇവിടെ താമസിച്ചിരുന്നു എന്ന് പറയുന്ന ചില സ്ത്രീകൾ, അത് അർജുനുമായി ബന്ധമുള്ള ചില സ്ത്രീകളാണ് എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പോലീസിന് ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ സ്ഥിരീകരണം ഇതുവരെ പോലീസ് നൽകുന്നില്ല. എന്തായാലും ഈ അറസ്റ്റിലായ 2 പ്രതികളെ റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി പരമാവധി ഇതിനൊരു രഹസ്യ സ്വഭാവം ഈ ഘട്ടത്തിൽ പോലീസ് സൂക്ഷിക്കുന്നത് ഈ അന്വേഷണത്തെ അല്ലെങ്കിൽ അത് ബാധിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇതിലേതെങ്കിലുമൊക്കെ ആളുകളിലേക്ക് എത്താനുള്ള സൂചനകൾ പുറത്തു വന്നാൽ അത് അവർക്ക് രക്ഷപ്പെടാനുള്ള കാരണമായി മാറിയേക്കാം എന്നും പോലീസ് വിലയിരുത്തുന്നു. എന്തായാലും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഒരുപക്ഷെ സമീപ സംസ്ഥാനങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾക്കാകും ഇനിയുള്ള ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുക. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു തട്ടിപ്പാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി അന്വേഷിക്കുന്നുമുണ്ട്.